أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب زدنا علما نافعا الحمد لله. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹമാണ് അള്ളാഹു നമുക്കിങ്ങനെ അള്ളാഹിനെ കുറിച്ച് പറയാൻ ഇങ്ങനെ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടാനൊക്കെ അള്ളാഹ് തൗഫീഖ് നൽകിയത്. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മളിൽ നിന്ന് എല്ലാവരും അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. പറയുന്ന കാര്യങ്ങൾ ഓരോന്നും ഹൃദയം കൊണ്ട് കേൾക്കാനും ജീവിതത്തിൽ അമൽ കൊണ്ടുവരാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. ചുമ ഉണ്ട്, ഇടയ്ക്ക് ചുമ ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. അപ്പോൾ ആ സമയം ചിലപ്പോൾ ഞാൻ മ്യൂട്ട് ചെയ്യും. അന്നേരം നിങ്ങൾ ഒന്നും വിചാരിക്കണ്ട കേട്ടോ. ഇൻഷാ അല്ലാഹ്. ദുആ ചെയ്യ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ അൽഹംദുലില്ലാ, ഇപ്പോൾ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എത്രയോ വലിയൊരു അനുഗ്രഹം തന്നെയാണ് നമുക്ക് എല്ലാ ദിവസവും അള്ളാഹിനെ കുറിച്ച് പറയുന്ന കേൾക്കാൻ. അള്ളാഹിൻ്റെ കലാം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടും പഠിച്ചുകൊണ്ടും പരീക്ഷ എഴുതി ഇങ്ങനെ അല്ലേ ദിവസങ്ങൾ നമ്മളെ അൽഹംദുലില്ലാ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഇതിനെ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് അള്ളാഹു തന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും നന്നായിട്ട് തന്നെ അതിനെ ഉപയോഗപ്പെടുത്താൻ എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഓരോ ദിവസവും നമ്മൾ ഒരുപാട് നല്ല നല്ല അറിവുകൾ നേടുകയാണ്. അള്ളാഹിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഇങ്ങനെ നേടിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം നമ്മൾ ദിവസേന അനുഭവിക്കുന്നവർ. അപ്പോൾ അള്ളാഹുവിനെ ശുക്റുള്ള നല്ല അടിമകളാവാൻ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. അള്ളാഹുവിനെ സദാ ശുക്റുള്ളവരാകുക. വായ കൊണ്ട് നാവ് കൊണ്ടുള്ള ശുക്ർ മാത്രമല്ല, നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മുടെ അമലിലൂടെ നമുക്ക് അള്ളാഹുവിനുള്ള ശുക്ർ കൊണ്ടുവരാൻ സാധിക്കട്ടെ. നമുക്ക് എല്ലാ മേഖലകളിലും നമുക്ക് നമ്മളെ എന്താ പറയുക, നമ്മളെ ഓരോ പങ്ക് ഒരു വിഹിതം നമുക്ക് ഒരു കയ്യൊപ്പ് ചാർത്താന്ന് പറഞ്ഞ പോലെ നമുക്ക് സാധിച്ചാൽ നമുക്കറിയില്ല അല്ലേ ഏതായിരിക്കും അള്ളാഹുവിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യമായത് ഏതായിരിക്കും നമുക്കറിയില്ല. നമുക്ക് പറ്റുന്ന നന്മകളിലെല്ലാം നമ്മൾ എന്താവുക, ഓരോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ രൂപത്തിലെങ്കിലും നമ്മൾ അതിൻ്റെ ഭാഗവാക്കാകാൻ പരിശ്രമിക്കാം. ഇപ്പം നമ്മൾ ഖുർആൻ പഠിക്കാനും ഹിഫ്ള് ചെയ്യാനും തഫ്സീർ ചെയ്യാനും മനഃപ്പാഠമാക്കാനും അല്ലാതെ വെറുതെ തസ്കിയ ക്ലാസ്സുകൾ കേൾക്കാനും ഒക്കെ നമുക്ക് അവസരങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് നമുക്ക് കൂടുതൽ പറ്റുന്നത് അത് കൂടുതൽ ചെയ്യാം. ചെറിയ രൂപത്തിലെങ്കിലും അതിൻ്റെ ഭാഗവാക്കാൻ കഴിയുന്ന അങ്ങനെ. അതുപോലെ തന്നെ സദഖകൾ, അതിനൊക്കെയുള്ള അവസരങ്ങൾ നമ്മളെ ഗ്രൂപ്പുകളിലൂടെ നമുക്ക് ദിവസവും അല്ലാഹു തആല നമ്മളെ മുമ്പിൽ കൊണ്ടുവന്ന് തരികയാണ് അല്ലേ. അപ്പം എനിക്കിതൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ എല്ലാത്തിലും നമ്മളുടെ ഒരു പങ്കാളിത്തം നമ്മൾ ഉറപ്പുവരുത്തിയാൽ ചെറിയ രൂപത്തിൽ നമ്മളങ്ങ് ഒരു ഇത് കൊടുത്താൽ മതി. ചെറിയ രൂപത്തിലെങ്കിലും നമ്മളതിനെ കണ്ടില്ല എന്ന് നടിക്കാതെ ഒരു ചെറിയ ശതമാനമെങ്കിലും നമ്മളതിലേക്ക് ഒന്നിനും അതായത് പൈസ കൊണ്ടോ അല്ലെങ്കിൽ മറ്റോ വല്ലതും കൊണ്ടോ നമുക്ക് അതിലേക്ക് ഒരു ഭാഗവാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ദുആ എങ്കിലും നമ്മളെ മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കണം. അപ്പം അത് ഏറ്റവും വലിയ കാര്യമാണ്. എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഖുർആൻ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടും പഠിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ടും അതുപോലെ സാമ്പത്തികവും ശാരീരികവും രോഗം കൊണ്ടും ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ടെല്ലാം നമ്മൾ എന്താക്കണം, പ്രത്യേകം നമ്മളെ ദുആകളിൽ നമ്മളെ സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. നമ്മൾ കഴിഞ്ഞ ആയിഷാൻ്റെ ക്ലാസ്സിൽ ഒരു ഇങ്ങനെ ആയിഷ പറയുമ്പോൾ ദുആ കൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് ഏൽപ്പിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ. നമ്മൾ മറ്റുള്ളവരെ ദുആ ഇങ്ങനെ ഏൽപ്പിക്കുമ്പോൾ അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരിക്കലും നമ്മൾ മറ്റൊരാളെ നമുക്ക് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചാൽ സ്വന്തത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന പോലെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ആരും ദുആ ചെയ്യൂല. പക്ഷെ ഞാൻ പറയുന്നത് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്വന്തത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്ന പോലെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാൻ കഴിയുന്ന ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്ന്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അത്രയും ആ ഒരു ആത്മാർത്ഥതയും സ്നേഹവും കരുതലും കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ ദുആ ചെയ്യാൻ നമ്മളെ മനസ്സിന് വിശാലത നമ്മൾ കൊടുക്കണം. അതുവേണ്ടി അല്ലാണ്ട് ദുആ ചെയ്യണം. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് നമുക്കറിയില്ലേ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കർമ്മം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രയാസപ്പെടുന്നവൻ്റെ ഒരു പ്രയാസത്തിൽ നമ്മൾ സഹായിയാകുക എന്നുള്ളത്.
അത് ഏത് രൂപത്തിലായാലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് എങ്ങനെ പറ്റും അങ്ങനെ. ഇപ്പൊ നമുക്ക് നമ്മളെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല, എന്നാൽ ഉള്ള ഒരാളെ നമുക്ക് പരിചയമുണ്ട്, അപ്പൊ അവരോട് നമുക്ക് പറയാം ഇന്ന പോലെ ഒരു വിഷമിക്കുന്ന ഒരാളുണ്ട്, എന്തെങ്കിലും കൊടുക്കാൻ സാധിച്ചാൽ, അപ്പോൾ അവർ നമ്മളെ കയ്യിൽ ആ പൈസ നമ്മളെ ഏൽപ്പിച്ചാൽ നമ്മളത് വിശ്വസ്തയോടെ ഈ പറഞ്ഞ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായും അത് ആ തുക തന്ന ആൾ എത്രത്തോളം പൈസ തന്നോ അത് കൊടുത്ത് അവർക്ക് കിട്ടിയ അതേ പ്രതിഫലം നമ്മൾ കൈമാറിയ നമ്മൾക്കും അല്ലാഹു തആല തരുന്നതാണ്. അപ്പൊ അതിലൂടെയും നമുക്ക് എന്താണ് പ്രതിഫലം നേടിയെടുക്കാനുള്ള ഒരു അവസരമാണ് അല്ലാഹു തആല തരുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നന്മയുടെ വഴിയിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ അതിനെ പരമാവധി ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കാം. ഒരു ഓർമ്മപ്പെടുത്തൽ എന്നോണം നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട പുണ്യ റമളാനിന്റെ പടിവാതിൽക്കലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. റജബിന്റെ അവസാനത്തിലേക്കായില്ലേ. റജബ് കഴിഞ്ഞാൽ പിന്നെ ശഅബാൻ, പിന്നെ റമളാൻ. നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നല്ല വിത്തുകൾ പാകുന്ന കാര്യം. എല്ലാവരും തുടങ്ങിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഖത്തമൊക്കെ ഓതാൻ തുടങ്ങാത്തവർ എന്തായാലും ഇന്ന് തന്നെ പിന്നെ അതിന് വേണ്ടി തുടങ്ങുക. അതുപോലെ സുന്നത്ത് നമസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്തുകളൊക്കെ നിർവഹിക്കാത്തവരാണെങ്കിൽ അതൊക്കെയും അതിനൊന്നും നാളെ എന്നൊരു സമയത്തേക്ക് ഒരിക്കലും മാറ്റി വെക്കാതെ ഇന്ന് ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞ പോലെ എല്ലാവരും തുടങ്ങുക. ഖുർആനൊക്കെ എല്ലാവരും ഓതുന്നവരായിരിക്കും, എന്നാലും കുറച്ചധികം ഓതാൻ സമയം കണ്ടെത്തുക. അള്ളാഹു എല്ലാവർക്കും സമയത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്ത് തരട്ടെ. ആമീൻ. പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. നമുക്ക് ഇബാദത്തുകൾ ചെയ്യാനുള്ള ആരോഗ്യത്തിൽ ബർക്കത്തുണ്ടാകാൻ, നമ്മളെ ആയുസ്സിൽ ബർക്കത്തുണ്ടാകാൻ, നമ്മളെ സമയത്തിൽ ബർക്കത്തുണ്ടാകാൻ, നമ്മളെ സമ്പത്തിൽ ബർക്കത്തുണ്ടാകാൻ, എല്ലാത്തിലും അള്ളാഹു തആല ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പം നമ്മൾ സൂറത്തു ആല ഇമ്രാൻ അൽഹംദുലില്ലാഹ് 82 ആയത്തുകൾ നമ്മൾ കഴിഞ്ഞു അല്ലേ. അപ്പം നമ്മൾ അതിൽ പറഞ്ഞു വെച്ച കാര്യം എന്ന് പറയുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ മറ്റ് അർബാബുകളെ സ്വീകരിക്കുന്ന അതിനെക്കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. പിന്നെ അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് ഹിദായത്ത്, സന്മാർഗമാകുന്ന വെളിച്ചം നൽകിയിട്ട് അതിനെ അവിടെ മാറ്റി വെച്ചുകൊണ്ട് പിന്നെ ദുനിയവിയായ നേട്ടങ്ങൾക്ക് വേണ്ടി പിന്നെ പരിശുദ്ധ ഖുർആനിനെ അല്ലെ തുച്ഛമായ വിലക്ക് വിൽക്കുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹുവിന് പുറമെ ഇലാഹുകളെ സ്വീകരിക്കുന്ന, റബ്ബുകളെ സ്വീകരിക്കുന്ന, നേരായ മാർഗത്തിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കുന്ന പരിശുദ്ധ ഖുർആൻ, അതായത് ഖുർആനിൽ നിന്ന് മാത്രമല്ല പിന്നെ ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ജൂത ക്രൈസ്തവരെ കുറിച്ചാണല്ലോ, യഹൂദികളെ കുറിച്ചും ജൂതന്മാരെ കുറിച്ചാണല്ലോ നമ്മൾ കൂടുതലും ഈ ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ ചെയ്തത് എന്താണ്? അവർ ചെയ്തത് പിന്നെ വേദഗ്രന്ഥങ്ങൾ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ അവർ സ്വന്തം വാക്കുകൾ കൈകടത്തലുകളിലൂടെ അതിനെ മാറ്റിമറിച്ച് ദൈവിക വചനങ്ങളാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് അതിലൂടെ ദുനിയവിയായ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും അങ്ങനെ ശ്രമിച്ചവരും, പിന്നെ അവർക്ക് ലഭിച്ചത് മറ്റൊരാൾക്കും കിട്ടാൻ പാടില്ല എന്നുള്ള നിലക്ക് എല്ലാവരിലേക്കും ഈ ദൈവ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കാതെയൊക്കെ മാറി നിന്ന ഒരു കൂട്ടരെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയത് അല്ലേ. അപ്പം എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? ആ ഒരു കരാറ് വാങ്ങിയത് അല്ലേ. പിന്നെ അള്ളാഹിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങളടുത്തുള്ള കാര്യങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ട് ഒരു ദൂതൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യണം എന്നുള്ളത് അല്ലേ. സത്യത്തിൽ പിന്നെ നമ്മൾ ഇവിടെ ഈ ഒരു ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ പിന്നെ ആ ഒരു ബാധ്യത ഏറ്റെടുത്തവരാണ് അല്ലേ. അതേ എന്ന് പറഞ്ഞ് ഏറ്റെടുത്തവരും സാക്ഷികളാവുകയും ചെയ്തവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയും അതിൽ സാക്ഷിയായതാണ്. അപ്പം ദീനീ ദഅവാ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യാന്നുള്ളതും എന്താണ് ഏറ്റവും നല്ലൊരു ഇബാദത്താണ്. ആ മേഖലകളിൽ നമ്മുടെ സഹായങ്ങൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ അതിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഇപ്പം അൽഹംദുലില്ലാഹ് നമ്മൾ ഒരു ഗ്രൂപ്പ് തുടങ്ങിയില്ലേ, തഫ്സീറിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങി. മാഷാ അല്ലാഹ്, നൂറ സദരി എന്നൊരു പേര് വെച്ച് അത് പിന്നെ ശരിക്കും പറഞ്ഞാൽ അതിന് പിന്നിൽ ഒരുപാട് പേര് നല്ലൊരു പരിശ്രമം തന്നെ ചെയ്യുന്നുണ്ട്. ഓരോരുത്തരിലേക്കും
പിന്നെ പ്രത്യേകിച്ച് നമുക്കറിയാലേ, നമ്മൾ ആയിഷ മാഷാ അല്ലാഹ് വളരെ എഫേർട്ട് എടുത്തിട്ടാണ് അതിനു വേണ്ടി ക്ലാസ്സുകൾ പ്രിപ്പയർ ചെയ്ത് നമുക്ക് വേണ്ടി ആ രാവിലത്തെ സമയത്തെ മാറ്റി നിർത്തി ആ ഒരു ക്ലാസ് നമുക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ പറഞ്ഞു തരുമ്പോൾ അത് എത്രമാത്രം അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും അവര് പിന്നെ ചെയ്യുന്നുണ്ടാകുക അല്ലെ. സുബ്ഹാനല്ലാഹ്, ഒരു പരിശ്രമങ്ങൾ ശരിക്കും. എന്നിട്ട് അത് സബ് ഗ്രൂപ്പുകളാക്കി കുറേ പേരെ അതിലേക്കാക്കി, ശരിക്കും നല്ലൊരു പരിശ്രമം തന്നെയാണ്. അപ്പോൾ അതിലൊക്കെ എല്ലാവരും വേറെ ഒന്നും ആഗ്രഹിക്കാതെ അല്ലെ, ദുനിയാവിൻ്റെ യാതൊരു കാര്യലാഭവും ആഗ്രഹിക്കാതെ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചു കൊണ്ടാണ് പിന്നെ ഓരോ സ്റ്റുഡൻസും അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത്. മാഷാ അല്ലാ, മാഷാ അല്ലാ. അപ്പോൾ അതൊക്കെയും അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള ദഅവത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായ സഹകരണങ്ങൾ. തീർച്ചയായും അതിലൊക്കെ നല്ല പ്രതിഫലമുള്ള കർമ്മമാണ്. നമ്മൾ അതിനൊരിക്കലും നിസ്സാരമായി കാണേ വേണ്ട എന്നുള്ളതാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. കാരണം ദഅവത്ത് ചെയ്യുന്ന കാര്യത്തിൽ പിന്നെ നിങ്ങൾ പിന്നെ സഹായിക്കൂലേ എന്ന് അള്ളാഹു തആല നമ്മളോട് ചോദിച്ചിന് ശരിക്കും അല്ലേ. അഖ്റർതും വഅഖസ്തും അലാ ദാലികും ഇസ്രീ അല്ലേ. അപ്പോൾ പിന്നെ ആ കാര്യം നമ്മൾ സമ്മതിക്കുകയും ബാധ്യത ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോരുത്തരുടെ മേലും ഇത് ബാധ്യത, ഇപ്പം ഒരു ടീച്ചർ എന്നുള്ള നിലക്കുള്ള ബാധ്യത എന്താണെന്ന് വെച്ചാൽ അവർ ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്തം അവർക്ക് കിട്ടിയ അറിവ് കൃത്യമായി വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം വിദ്യാർത്ഥികളുടെ ബാധ്യത എന്താണ്? അവർക്ക് കിട്ടുന്ന അറിവ് അവർ കൃത്യമായി അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക, ക്ലാസ്സുകൾ കൃത്യമായി കേൾക്കുക, കഴിയുന്നവരൊക്കെ നോട്ട്സ് എഴുതിയെടുക്കുക. അപ്പോൾ അത് നമ്മളെ മേലൊരു ഉത്തരവാദിത്തം, നമ്മുടെ ബാധ്യതയാണ്. നിർബന്ധമായൊരു ബാധ്യതയായിട്ട് തന്നെ അതിനെ കാണാം. അത് മാത്രമല്ല, അതൊരു ഇബാദത്തും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുക. ഏറ്റവും നല്ലൊരു ഇബാദത്ത്, അള്ളാഹിനോടുള്ള ഒരു കരാറാണ് നമ്മൾ എന്താക്കുന്നത്, അവിടെ പൂർത്തിയാക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതും കൂടി നമുക്ക് ഈ ആയത്തുകളിലൂടെ നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠമാണ്. നമുക്ക് നമ്മളെ മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കരാറ് അള്ളാഹു വാങ്ങിയിട്ടുണ്ട്. അപ്പം ആ കരാറ് നമ്മൾ ഓരോരുത്തരും എന്താക്കണം, നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ പാലിക്കണം അല്ലേ. ഇപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ ലിങ്ക് നമുക്ക് കിട്ടി അല്ലേ, ഒരു ക്ലാസ് നടക്കുന്നുണ്ട്, നമ്മളത് അറിഞ്ഞ്, അപ്പോൾ നമ്മളെന്താ ചെയ്യുക, ആ സമയമാകുമ്പോൾ നമ്മളത് ഓർമ്മിച്ച് ആ ക്ലാസ്സിൽ കയറി ക്ലാസ് കേൾക്കും അല്ലേ. അപ്പോൾ അത് നമുക്ക് മാത്രമേ അതിൻ്റെ ഫലം കിട്ടൂ. നേരെ മറിച്ച് നമ്മളൊരു ക്ലാസ്സിനെ കുറിച്ച് അറിഞ്ഞ് ഒരു ഗൂഗിൾ മീറ്റ് ലിങ്ക് കിട്ടിയില്ലേ, സുബ്ഹാനല്ലാഹ്, അപ്പം നമ്മൾ എന്താക്കണം, അത് നമുക്ക് പ്രിയപ്പെട്ട നമുക്കറിയുന്ന എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാനും നമ്മൾ പരിശ്രമിക്കണം. എനിക്ക് കിട്ടുന്ന ഒരു നന്മ അതവർക്കും അല്ലേ. ഒരു ദഅവത്ത് ശരിക്കും നമുക്ക് പ്രസംഗിക്കാനും പിന്നെ ക്ലാസ് എടുക്കാനൊന്നും നമുക്ക് കഴിവില്ലെങ്കിൽ ആ ക്ലാസ്സുകൾ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുമല്ലോ. ഇങ്ങനെ പറയാലോ, നമുക്ക് ഇന്ന പോലെ ഒരു ക്ലാസ് നടക്കുന്നുണ്ട്, നല്ല ക്ലാസ്സാണ്, അള്ളാഹിനെ കുറിച്ചിട്ടുള്ള അല്ലെ, അള്ളാഹിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആനിൻ്റെ പഠനമാണ്, തദബ്ബുറാണ്, നല്ല ഉറ്റാലോചനയോടുകൂടി പിന്നെ ചെയ്യാനുള്ളതാണ്. അപ്പം എല്ലാവരും നിങ്ങൾ പറ്റുമ്പോൾ കയറണേ, ഇങ്ങനെ ഇനി അഥവാ ആ സമയത്ത് കേൾക്കാൻ പറ്റില്ല, അതിൻ്റെ റെക്കോർഡിങ് ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്താക്കുക, മറ്റുള്ളവരെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ പ്രോത്സാഹനം കൊടുക്കാം. ഇതെല്ലാം എന്താണ്, ദീനിൻ്റെ മാർഗത്തിലുള്ള സഹായങ്ങളാണ്, നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങളാണ് ഇതൊക്കെ. അപ്പം ഓരോരുത്തരും വിചാരിക്കേണ്ട ഇതൊന്നും നമ്മളെ മേൽ ബാധ്യതയുള്ളതല്ല, ഇതൊക്കെ അവർക്ക് പറഞ്ഞതാ, ഇവർക്ക് പറഞ്ഞതാ, ഇതൊന്നും നമ്മളിതിൻ്റെ മേലെ നോക്കാൻ കുറേ ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് വിചാരിക്കണ്ട. ഇത് ഓരോരുത്തരും ഇത് തൻ്റെ മേൽ ഏൽപ്പിക്കപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണെന്ന് കൃത്യമായ ബോധത്തോടു കൂടി തന്നെ നമ്മൾ എന്താക്കണം, ഇതിന് ആ ഒരു സീരിയസ്നെസ്സോട് കൂടി പ്രവർത്തിക്കാൻ പരിശ്രമിക്കണം. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അള്ളാഹു സ്വീകരിക്കുന്ന ഒരു സൽക്കർമ്മമായി അള്ളാഹു നാളെ നമ്മളെ തുലാസിൽ ഘനമുള്ള ഒരു അമരായി അള്ളാഹു അതിനെ മാറ്റിത്തരട്ടെ. ആമീൻ. പിന്നെ അപ്പം അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ. പിന്നെ എന്നിട്ട് പറഞ്ഞു അതിന് ശേഷം അല്ലേ, ആരെങ്കിലും ഫമൻ തവല്ല ബഅദ ദാലിക ഫൗലൈക ഹുൽ ഫാസിഖൂൻ. അപ്പം ഈ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ട് കരാറൊക്കെ പറഞ്ഞിട്ട് അതിൽ നിന്നും തിരിഞ്ഞു കളയുന്നവരാരാണോ അവരെന്താണ്, തോന്നിവാസികളാണ്. അപ്പം നമ്മൾ ഇവരെ പോലെ ആകാൻ പാടില്ല എന്നുള്ളൊരു പാഠവും നമ്മൾ എങ്ങനെ ആകണം എന്നുള്ളൊരു പാഠവും നമുക്ക് ഇതിലൂടെ അല്ലാഹു തആല തരുന്നുണ്ട് അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ
കഴിവനുസരിച്ച് ചെയ്യാലോ ഇങ്ങനത്തെ വിഷയങ്ങളിൽ. നല്ലപോലെ കഴിവും സാമർഥ്യം ഉള്ളവർ അതിനനുസരിച്ച് പ്രവർത്തിക്കുക, ചെറിയ രൂപത്തിൽ കഴിയുന്നവർ അതുപോലെ ചെയ്യാം. ഓരോരുത്തർക്കും എത്രത്തോളം. കാരണം നമുക്കറിയാം, പിന്നെ 1,00,000 ദിർഹമിനെ മറികടന്ന ഒരു സംഭവം നമുക്ക് കേട്ടിട്ടുണ്ട് അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം 1,00,000 ദിർഹമിനെ മറികടന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് ഓരോരുത്തരുടെയും കുഞ്ഞു കുഞ്ഞു പരിശ്രമങ്ങൾ. അത് അവരവരുടെ നിയത്തിന്റെയും കഴിവിന്റെ അനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അതിന്റെ പ്രതിഫലം തീർച്ചയായും തരും. നമ്മൾ ചെറിയത് വിചാരിക്കുന്നെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ അതെന്തായിരിക്കും? അത് വലിയതായിരിക്കും. കാരണം അള്ളാഹുവിന് അത്രയും, നമ്മളൊരു ചാണെടുക്കുമ്പോൾ അള്ളാഹു താല ഒരു മുഴം എടുക്കുമല്ലേ, നമ്മൾ നടന്നെടുക്കുമ്പോൾ അള്ളാഹു ഓടിയെടുക്കുന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി എന്ത് ചെയ്യുന്നു അതാ അള്ളാഹ് നോക്കുക. എത്രത്തോളം നമ്മളതിൽ പരിശ്രമിക്കുന്നുണ്ട്, നമ്മളതിന്റെ ഭാഗവാക്കാകുന്നുണ്ട് എന്ന് അള്ളാഹു താല നോക്കും. അത് നമ്മളെ കഴിവും നമ്മളെ നിയത്തും അനുസരിച്ച് നമുക്ക് അതിന് എന്ത് കിട്ടും? പ്രതിഫലവും തരും. അള്ളാഹു എല്ലാവർക്കും നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇന്നലെ മിഞ്ഞാന്നിട്ട് എന്നോട് ഒരാൾ പറഞ്ഞ്, ടീച്ചർ പറയുന്നത് ശരിയാണ്, പ്രായമൊന്നും ഇതിനൊരു പ്രശ്നമേ അല്ല അല്ലേ. പിന്നെ മുമ്പൊക്കെ വിചാരിക്കും പിന്നെ പ്രായമായില്ലേ ഇതൊന്നും തലയിൽ കയറൂല, അങ്ങനെയാന്ന് ഇങ്ങനെയാന്നല്ല. പക്ഷെ ഇപ്പം മനസ്സിലായി പ്രായമൊന്നും എന്തല്ല ഒരു പ്രശ്നമേ അല്ല എന്നുള്ളത്. ഇതിലേക്ക് ഇറങ്ങുമ്പോഴാണ്, അതിൻ്റെ രുചി അറിയുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് കൂടുതൽ ഇതിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങണമെന്നൊക്കെ തോന്നൽ വരുന്നത്. നമ്മൾ ഇറങ്ങണം. നമ്മൾ പിന്നെ ചെറിയ രൂപത്തിലെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് പരിശ്രമങ്ങൾ ഉണ്ടാകണം. അപ്പോഴാണ് അള്ളാഹിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ നമുക്ക് അതിനുള്ള സപ്പോർട്ട് ഉണ്ടാകണം അല്ലേ? ഫസനി യസ്സിറുഹൂലിൽ യുസ്രാ, കൂടുതൽ സൗകര്യമായി എളുപ്പമായതിലേക്ക് അള്ളാഹു തആല എന്താക്കും? നമുക്ക് സൗകര്യം ചെയ്തു തരും ഇൻഷാ അല്ലാഹ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ, ഞാൻ പിന്നെ മറന്നുപോകും, അതുകൊണ്ട് പറയുന്നതാണ്. നമ്മളെ ഷാക്കിറ ടീച്ചർ പിന്നെ യാ അയ്യുഹല്ലദീന ആമനു തുടങ്ങിയല്ലോ സൂറത്തുൽ ഹഷറിലെ ആയത്തുകളല്ലേ ഓതിയത്? പിന്നെ അപ്പോൾ അത് പഠിച്ചിട്ട് എനിക്ക് ഓതി തരാനാണ് ടീച്ചർ പറഞ്ഞത്. അതെന്തായാലും പ്രാക്ടിക്കലാവും എനിക്ക് തോന്നുന്നില്ല. എല്ലാവരുടെയൊന്നും എനിക്കിപ്പോൾ എല്ലാവരും കേട്ട് അത് കറക്റ്റ് ചെയ്ത് തരാനൊന്നും ചിലപ്പോൾ എനിക്ക് പറ്റിയെന്ന് വരില്ല. അപ്പം എൻ്റെ മനസ്സിലൊരു ഐഡിയ തോന്നിയത്, ഞാൻ വിചാരിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം. നമ്മളിപ്പോൾ മുറാജ ഗ്രൂപ്പെല്ലാം ചെയ്യുന്നില്ല, അതെല്ലാം പോലെ ഒരു ഗ്രൂപ്പ് ആക്കാം. എന്നിട്ട് താല്പര്യമുള്ളവർ അങ്ങനെയുള്ള ആയത്തുകൾ പഠിക്കാൻ താല്പര്യമുള്ളവർ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. എന്നിട്ട് വീക്കിലി ഒരു ക്ലാസ് അല്ലേ, അപ്പം 3 ആയത്തുകളാണ് കഴിഞ്ഞ പിന്നെ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ആഴ്ചയിൽ എടുക്കുന്ന 3 ആയത്തുകൾ ഡെയിലി എന്താക്കുക, ആ ഗ്രൂപ്പിൽ എല്ലാവരും ഓതി ഇടാനും. എന്നിട്ട് ഒരു ദിവസം, അതായത് പിന്നെ ഒരു ഫ്രൈഡേ സാറ്റർഡേ ഏതെങ്കിലും ഒരു ദിവസം പിന്നെ ഖുർആൻ ഓതിയിടുന്ന ഒരു ദിവസമാക്കുക. എന്നിട്ട് അത് പെയർ കറക്ഷൻ ആക്കുക. അതായത് ഒരു പെയറിനെ നിശ്ചയിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചെക്ക് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ കുറച്ച് ആൾക്കാർ അങ്ങ് പഠിച്ചു പോകും. അപ്പം അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പൊക്കെ ആക്കുന്ന കാര്യം ഞാനേറ്റ്, പിന്നെ നിങ്ങൾ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. അതാകുമ്പം ആ ഒരാഴ്ച കണ്ടിന്യൂസ് എല്ലാ ദിവസവും അത് ഓതി അതിലേക്ക് ഇട്ട് അത് നോക്കിയിട്ട് തന്നെ ഓതുക. ആദ്യം നോക്കിയിട്ട് തന്നെ ഒരാഴ്ച ഓതുക. എന്നിട്ട് നെക്സ്റ്റ് മൺഡേ എങ്ങാനും അത് പിന്നെ കാണാതെ ഓതുന്ന രീതിയിലേക്ക് എല്ലാവരും പഠിച്ചിട്ട് കാണാതെ ഓതുക. അങ്ങനെ പഠിച്ചു പോകാമെന്ന് വിചാരിക്കുന്നത്. എന്നാലൊരു ഒഴുക്കും ഉണ്ടാവും, ഒരു ഫോളോ അപ്പ് ഉണ്ടാവും. അല്ലാണ്ട് നിങ്ങൾ എനിക്കോതി അയക്കാൻ ഞാൻ ഈ 100, 500, 200 ആൾക്കാരെ പിന്നെ വോയിസ് കേട്ടിട്ട് എനിക്ക് എന്തായാലും അതിനൊരു സമയമൊന്നും ഉണ്ടാവില്ല. ടീച്ചർക്ക് എന്നെക്കുറിച്ചൊരു ധാരണ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു എന്തായാലും എല്ലാവർക്കും സമയത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്ത് തരട്ടെ. എല്ലാവർക്കും കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. എല്ലാവരും പഠിക്കാനും ആഗ്രഹിക്കുന്നവർക്കൊക്കെ അള്ളാഹു എളുപ്പം പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ടീച്ചർ പറഞ്ഞ കാര്യമാണ് പറയണേ. അതെ ഷാക്കിറ ടീച്ചർ ക്ലാസ് എടുക്കാം, എല്ലാ വെള്ളിയാഴ്ചകളിലും എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓദിക്കലും പിന്നെ അതാക്കലും ഓതി കൊടുക്കലും ഒക്കെ പ്രാക്ടിക്കൽ ആവണമെങ്കിൽ എന്തായാലും ഒരു ഗ്രൂപ്പ് എന്തായാലും ക്രിയേറ്റ് ചെയ്യണം. അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ. ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ ഹശ്റിലെ 18, 19, 20 ആയത്തുകളല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് നമ്മളെ സൂറത്തിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أفغير دين الله يبغون وله أسلم من في السماوات والأرض
من في السماوات والأرض طوعا وكرها وإليه يرجعون قل آمنا بالله وما أنزل علينا وما أنزل على إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى والنبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون. സൂറത്തു ആലു ഇമ്രാനിലെ മിക്ക ആയത്തുകളും സൂറത്തുൽ ബഖറയുമായിട്ട് ഭയങ്കര സാമ്യതയുള്ള ആയത്തുകളാണ് അല്ലേ? സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു മിനിറ്റ്. അപ്പോൾ ഇവിടെ എന്താ അല്ലാഹു തആല പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ അല്ലാഹു തആലയുടെ ദീനനുസരിച്ച് ജീവിക്കാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്ന ആളുകൾ ധിക്കാരികളാണെന്ന് പറഞ്ഞു, തോന്നിവാസികളാണെന്ന് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു തആല ചോദിക്കാന്, അഫ ഗൈറ ദീനില്ലാഹി യബ്ഗൂന വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വഖറൻ വഇലൈഹി യുർജഊൻ. അഫ ഗൈറ ദീനില്ലാഹി, അപ്പോൾ അല്ലാത്തതിനെയാണോ, അതായത് ദീനില്ലാഹി അള്ളാഹുവിൻ്റെ മതമല്ലാത്തതിനെയാണോ, യബ്ഗൂന അവർ ആവശ്യപ്പെടുന്നത്, യബ്ഗൂന അവർ ആവശ്യപ്പെടുന്നത്, അവർ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ മതമല്ലാത്ത മറ്റു വല്ല മതവുമാണോ അവരാഗ്രഹിക്കുന്നത്? വലഹു അവനുണ്ട് അല്ലെ, അവന് തന്നെ അസ്ലമ കീഴൊതുങ്ങിയിരിക്കുന്നു, മൻ ഫിസ് സമാവാത് ആകാശങ്ങളിലുള്ളവർ, വൽ അർദ് ഭൂമിയിലും, തൗഅൻ അനുസരണയോടെ ഇഷ്ടത്തോടെ, വകർഹൻ നിർബന്ധപൂർവവും അനിഷ്ടമായിക്കൊണ്ടും, വഇലൈഹി യുർജഊൻ അവനിലേക്ക് തന്നെയാണ് യുർജഊൻ അവർ മടക്കപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ അള്ളാഹുവിൻ്റെ മതമല്ലാത്ത മറ്റു വല്ല മതവുമാണോ ആഗ്രഹിക്കുന്നത്? അവരാഗ്രഹിക്കുന്നത് സത്യത്തിൽ ആകാശങ്ങളിലും ഭൂമിയിലും എല്ലാം ഉള്ള ആൾക്കാർ അള്ളാഹുവിന് അല്ലെ, അവർ അനുസരണയോടെയോ അല്ലെങ്കിൽ നിർബന്ധിതമായോ അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുകയാണ്. അവനിലേക്ക് തന്നെയാണ് എന്താകുന്നത്? മടക്കപ്പെടുന്നത്. അള്ളാഹുവിലേക്ക് തന്നെയാണ് മടക്കപ്പെടുന്നത്. അപ്പം പിന്നെ എന്താണ് ഇവര് അള്ളാഹു അല്ലാത്ത അല്ലേ, അള്ളാഹുവിൻ്റെ മതമല്ലാത്ത മറ്റു വല്ല മതവും ആഗ്രഹിക്കുന്നത്? ഈ നമ്മൾ കാണുന്ന പിന്നെ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സകല ചരാചരങ്ങളും എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്യപ്പെട്ട മതവും എന്താണ്? അള്ളാഹുവിൻ്റെ മതമായ ഏക മതം അല്ലേ, അതെന്താണ്? ഇസ്ലാം. നമുക്ക് അടുത്ത ആയത്തും കൂടി പറഞ്ഞിട്ട് അതിൻ്റെ വിശദീകരണം പറയാം. അവർ അള്ളാഹു സുബ്ഹാനഹു ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ, അള്ളാഹിന്റെ മതമല്ലാത്ത മറ്റു വല്ല മതമാണോ അപ്പോൾ അവർ ആഗ്രഹിക്കുന്നത്? സത്യത്തിൽ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാവരും അനുസരണയോടെയോ അല്ലെങ്കിൽ നിർബന്ധിതമായോ അവന് കീഴ്പ്പെട്ടിട്ടേ ഉള്ളത്. അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. അള്ളാഹുവിലേക്ക് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും അല്ലെ, അവര് മടക്കപ്പെടുന്നതും അള്ളാഹുവിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് കുൽ നീ പറയുക, എന്താ പറയേണ്ടത്? ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട് ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. പിന്നെയോ വമാ ഉൻസില അലൈന ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വമാ ഉൻസില അല ഇബ്രാഹിമിന്റെ മേലെ ഇറക്കപ്പെട്ടതിലും, വ ഇസ്മായിലിന് ഇറക്കപ്പെട്ടതിലും, വ ഇസ്ഹാഖിന് ഇറക്കപ്പെട്ടതിലും, വ യാക്കൂബിന് ഇറക്കപ്പെട്ടതിലും, വൽ അസ്ബാത്ത് യാക്കൂബിന്റെ സന്തതികളിൽ ഇറക്കപ്പെട്ടതിലും, വമാ ഊത്തിയ മൂസ വ ഈസ
മൂസ അലൈഹി സ്വലാമിനും ഈസാ അലൈഹി സ്വലാമിനും നൽകപ്പെട്ടതിലും വന്നബിയൂന മിർ റബ്ബിഹിം അല്ലെ, എല്ലാ നബിമാർക്കും ഈ പറഞ്ഞ എല്ലാ നബിമാർക്കും ഒരുമിച്ച് ലാസ്റ്റ് പിന്നെയും പറയുന്നു അല്ലെ, മിർ റബ്ബിഹിം തങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് അവതരിക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുക. ലാ നുഫരിഖു ബൈന അഹദിൻ മിൻഹും, ലാ നുഫരിഖു ഞങ്ങൾ വ്യത്യാസം കൽപ്പിക്കുകയില്ല, വ്യത്യാസം കാണിക്കുകയില്ല, വ്യത്യാസം ചെയ്യുകയില്ല, ബൈന അഹദിൻ ഒരാൾക്കിടയിലും, മിൻഹും അവരിൽ നിന്ന്, ഈ പറഞ്ഞ പ്രവാചകന്മാർക്കിടയിൽ ഒരാൾക്കിടയിലും ഞങ്ങൾ എന്താക്കുന്നില്ല, വ്യത്യാസം കാണിക്കൂല. വനഹ്നു ലഹു മുസ്ലിമൂൻ, വനഹ്നു ഞങ്ങളാകട്ടെ ലഹു അവന് മുസ്ലിമൂൻ കീഴൊതുങ്ങിയവരാണ്. അപ്പം ഇങ്ങനെ പറയണം എന്നാ പറയുന്നത്. നമ്മള് ഇതേ സെയിം ആയത്ത് അല്ലെ, ഏകദേശം സെയിം ആയത്ത് നമ്മള് സൂറത്തുൽ ബഖറയിൽ ഇതേപോലത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവിടെ എന്താ നമുക്ക് പറഞ്ഞു തരുന്നത്, ഈ ഭൂമിയിലേക്ക് വന്ന അല്ലെ എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്തത് ഈ ഒരു ഇസ്ലാം മതം തന്നെയാണ്. ആദം അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും ഒരേ ഒരു മതമാണ് ഇസ്ലാം. നമുക്കറിയാം മനുഷ്യന്മാരല്ലാത്ത ആകാശഭൂമികളിലുള്ള എല്ലാം എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും വിധേയരായിക്കൊണ്ട് നിലകൊള്ളുന്നവരാണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ചില ആൾക്കാർ ഇഷ്ടത്തോടെ അവിനയത്തോടെ അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങിക്കൊണ്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ടാകും. ചില ആൾക്കാർ ഇതിപ്പം ചെയ്തിട്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാണല്ലോ അല്ലേ, ശിക്ഷ ലഭിക്കുമല്ലോ, എന്തായാലും ഇപ്പം ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ, ഇതൊരു നിർബന്ധ ബാധ്യതയാണല്ലോ, എന്നാലും വലിയ ഇഷ്ടമില്ലെങ്കിലും നിർബന്ധിതമായിക്കൊണ്ട് ചെയ്യുന്നവരും. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമവ്യവസ്ഥകൾക്ക് കീഴൊതുങ്ങിയിട്ടല്ലാതെ ഒരാൾക്കും ഈ ഭൂമിയിൽ ഇതില്ല അല്ലേ. പിന്നെ നമുക്ക് പറഞ്ഞു തരുന്ന വെച്ചാൽ അവസാനം നമ്മളുടെ എല്ലാവരുടെയും മടക്കം ആരിലേക്കാണ്? അത് അള്ളാഹുവിലേക്കാണ് അല്ലേ. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ തിരിച്ചു പോകേണ്ടത് നമ്മളെ റബ്ബിലേക്കാണ് എന്ന ആ ഒരു ഇത് നിലനിൽക്കെ പിന്നെ എന്തിനാ നിങ്ങൾ അള്ളാഹു അല്ലാത്ത അല്ലെ മറ്റു പലരും സ്ഥാപിച്ച മതങ്ങളുടെ പിന്നാലെ പോകുന്നത്? നമ്മൾ ചിന്തിച്ചു നോക്കില്ലേ. ഈ ഭൂമിയിൽ ശരിക്കും ഓരോന്നിൻ്റെയും ചരിത്രം നമുക്ക് പരിശോധിച്ചാലില്ലേ, എല്ലാം ഏകനായ റബ്ബിലേക്ക് തന്നെയാണ് മടങ്ങാൻ. ഈ ഹിന്ദുമത വിശ്വാസ പ്രകാരം അവർക്ക് ഒരുപാട് പുരാണങ്ങളുണ്ടല്ലോ. സത്യത്തിൽ അതൊക്കെ ഓരോരോ ആൾക്കാരിങ്ങനെ എഴുതി ഉണ്ടാക്കിയ ചരിത്രങ്ങളാണ്. അവർ ദൈവങ്ങളായി കരുതുന്ന പലതും അങ്ങനെ യഥാർത്ഥമായ ഇതൊന്നും ഒരു അടിസ്ഥാനമൊന്നും അവർക്കില്ല, പറയാനും തെളിയിക്കാനും ഒന്നും തന്നെ ഒരു വിഷയത്തിലും ഇല്ല അല്ലേ. സുബ്ഹാനല്ലാഹ്. പിന്നെ എന്താ പറയാ, അങ്ങനെ ഒരു കൂട്ടർ അങ്ങനെ അതോ അള്ളാഹുവിന്റെ തീരുമാനം ആയിരിക്കാം, അള്ളാഹു ആലം. എല്ലാവരും വിശ്വാസികളാവുന്നില്ലല്ലോ അല്ലെ. വലക്കത് ഇനാലി ജഹന്നമ പറഞ്ഞിട്ടുണ്ടല്ലോ, നരകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവർ. അള്ളാഹു തആല നമ്മളെല്ലാവരും കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. അള്ളാഹു നമ്മളെ ഹിദായത്ത് അള്ളാഹു നിലനിർത്തി തരട്ടെ. മരണം വരെ അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ച് നിന്നുകൊണ്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന നല്ലൊരു അടിയാനായി ഈ ഭൂമിയിൽ നിന്ന് ഇവിടെ പറയുന്ന അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അപ്പം ഇത്രയും നമുക്കറിയാം എല്ലാ കാര്യങ്ങളും. ആരാണ് എക്കോ വരുന്നതാ? അല്ലല്ലോ, അടുത്തോ അൺമ്യൂട്ട് ആയതാന്നല്ലേ. നമുക്ക് ഈ ദുനിയാവില് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങളാണ് അല്ലേ. അപ്പം അല്ലാഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അവിടെ വെച്ചിട്ട് നമ്മൾ എന്തിനാ മറ്റുള്ളതിന്റെ പിന്നാലെ പോകുന്നത്? നമ്മളോട് അല്ലാഹു തആല അല്ലെ അത്, എന്നിട്ട് അല്ലാഹു തആല എന്നിട്ട് പറയുന്നു, നീ ഇങ്ങനെ പറ, എന്താണ്, ഞാന് അള്ളാഹു അവതരിപ്പിച്ചതിലും കഴിഞ്ഞ ഓരോ പ്രവാചകന്മാരുടെയും അല്ലെ പേരുകൾ എടുത്തു പറഞ്ഞ് എല്ലാ പ്രവാചകന്മാരിലും ഇതാക്കിയതിലും എന്താണ് വിശ്വസിച്ചവരാണ് എന്ന്
പ്രഖ്യാപിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല കൽപ്പിക്കുകയാണ് അല്ലേ. അപ്പം ടീച്ചറെ ആ ബക്കറിയിൽ ആ സൂറത്ത് ഉണ്ടല്ലോ, നിങ്ങൾ ഇപ്പൊ ഓതിയ ബക്കറിയിലും ഉണ്ടല്ലോ. അപ്പൊ ആ സൂറത്ത് നമുക്ക് സുബീന്റെ സുന്നത്തിൽ നിസ്കരിക്കുമ്പോ ചെല്ലാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞു കേട്ടീനു. ഇല്ല. പിന്നെ സുബൈന്റെ സുന്നത്തിന് ഓതാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം പറയപ്പെട്ടത് സൂറത്തുൽ കാഫിറൂനും ഇഖ്ലാസും ആണ്. എല്ലാ ടീച്ചർ തന്നെ ഒരിക്കലും ഒരു തഫ്സീർ വായിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ഉണ്ടായിരുന്നു. അതും പിന്നെ അതങ്ങനെ ഒരു റിപ്പോർട്ടിൽ വന്നതായിട്ട് പിന്നെ ഇത് വായിച്ചിട്ടുണ്ടായിന്, ശരിയാണ്. പക്ഷെ ഏറ്റവും പ്രബലമായ ഇതില് സൂറത്തുൽ ഇത് തന്നെയാണ് പറയുന്നത്. അങ്ങനെ പറയപ്പെടുന്നുണ്ട്. അങ്ങനെ റിപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായി, ഓർക്കുന്നുണ്ടത് ഞാൻ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പിന്നെ ഇതിങ്ങനെ പറഞ്ഞു തരികയാണ് അല്ലേ. അങ്ങനെ ആവണം നമ്മള് ശരിക്കും പറഞ്ഞാല് ഇവിടെ പറഞ്ഞല്ലേ, ആകാശഭൂമികളിലുള്ളവര് അനുസരണപൂർവമോ നിർബന്ധപൂർവമോ അള്ളാഹുവിന് കീഴൊതുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. സത്യത്തില് പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു, അതെന്താ അങ്ങനെ അല്ലെ. ഇന്നലെ യാദൃശികമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എൻ്റെ മോൻ ചോദിച്ച്, ഈ പൈസ അടിക്കുന്നത്, നോട്ട് അടിക്കുന്നത് പിന്നെ എവിടുന്നാണ്? അവരുടെ റിസർവ് ബാങ്കാണ്. അപ്പം പറഞ്ഞാൽ എന്താ പിന്നെ കുറച്ച് അധികം അവർക്ക് അടിച്ചിട്ട് എല്ലാവർക്കും കൊടുത്തുകൂടെ, എന്നാൽ പിന്നെ ആർക്കും ഒന്നും വിഷമമൊന്നും ഉണ്ടാവില്ല അല്ലെ, കുറച്ച് അധികം അടിച്ചാൽ പോരെ, ഇങ്ങനെ കടവും അങ്ങനെയെല്ലാം പറയുന്നുണ്ടല്ലോ ബാങ്ക്. മറ്റേ ഇന്ത്യൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെല്ലാം ഇതാകാൻ വേണ്ടിയിട്ട് കുറച്ചധികം നോട്ട് അടിച്ചിട്ട് എല്ലാവർക്കും കൊടുത്തു. അന്നേരം എൻ്റെ മാപ്പിള പറഞ്ഞു, അങ്ങനെയെങ്കിൽ പിന്നെ വേറൊരു നിയമം കൊണ്ടുവന്നാൽ പോരെ, എല്ലാവരും പരസ്പരം എല്ലാവരുടെ അടുത്തും ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക, ആരും പൈസ ഒന്നും വാങ്ങണ്ട, എന്നാലും പ്രശ്നമില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്ന് വെച്ചാൽ ഇത് നമ്മളൊന്നല്ല കാര്യങ്ങളൊന്നും കൈകാര്യം ചെയ്തത്, നമ്മളെ ചിന്തയിലും നമ്മളെ നിയമങ്ങളും നമ്മളെ ഇതൊന്നല്ല, ഇത് മേലെ ഒരാളുണ്ട്, അവൻ്റെ തീരുമാനമാണ് അല്ലേ ഓരോന്നും. പിന്നെ ചില ആൾക്കാർക്ക് കൂടുതൽ പണം കൊടുത്തിട്ടും ചില ആൾക്കാർക്ക് പണം കുറച്ച് കൊടുത്തിട്ടും അല്ലേ. ചില ആൾക്കാർ നല്ല വലിയ ബിസിനസ്മാൻ ആവും, ചില ആൾക്കാർ അവരുടെ കൂടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളായിട്ട്. ഇതെല്ലാം എന്താണ്? അള്ളാഹുവിൻ്റെ സംവിധാനങ്ങളാണ്, ഈ ദുനിയാവിൽ അള്ളാഹു തആല ഏർപ്പെടുത്തിയതാണ് അല്ലേ. അതുപോലെ പോവൂ, അല്ലാണ്ട് നമ്മളൊന്നും വിചാരിക്കുന്ന പോലെയൊന്നും എല്ലാ കാര്യങ്ങൾ നടക്കുന്നത്. ഇതിനെല്ലാം ഒരു കൈകാര്യകർത്താവ് ഇതിൻ്റെ പിന്നിലുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലേ. ആരെല്ലാം ആർക്കെല്ലാം കൊടുക്കും, ഓരോരാളെ കൈമേൽ കുറച്ചധികം പൈസ കൊടുത്തിട്ട് ഇവര് വിഷമിക്കുന്ന ആൾക്കാരെ കണ്ണീര് കാണുന്നുണ്ടോ, അവരെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? എല്ലാം അല്ലാഹു തആല പരീക്ഷിക്കുന്നതാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്. ഇല്ലാത്ത ആളുകൾക്ക് േക്കാളും വലിയ പരീക്ഷണം ഉള്ള ആൾക്കാണെന്ന് വെച്ചാൽ, അതായത് അനുഗ്രഹങ്ങൾ ഇല്ലാത്തവര് അള്ളാഹുവിനോട് ഇങ്ങനെ ചോദിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. ഉള്ളവർക്ക് അതിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പരീക്ഷണം എന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ. അപ്പം ഇവിടെ ഈ ഭൂമിയിലുള്ള ഓരോ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൃത്യമായ ഇടപെടൽ കൂടിയാണ് കാര്യങ്ങൾ നടക്കുന്നത് അല്ലേ. അള്ളാഹു സ്ഥാപിച്ച അള്ളാഹുവിൻ്റെ ഭരണവ്യവസ്ഥകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമിച്ച പ്രകൃതി വ്യവസ്ഥകൾക്കും അതിന് വിധേയരായിക്കൊണ്ടല്ലാതെ നമുക്ക് ഒരാൾക്കും ഈ ദുനിയാവിൽ ജീവിക്കാൻ കഴിയൂല. അത് വിശ്വാസിയാണെങ്കിലോ പിന്നെ അത് പറയും വേണ്ട അല്ലെ. ഒരു മുഅ്മിനാണ്, വിശ്വാസി എന്ന് പറയണ്ട, ഒരു മുഅ്മിനാണെങ്കിൽ ഒരു എന്താ പറയാ, ഒരു അളവ് പോലും അള്ളാഹുവിനെ ധിക്കരിച്ചിട്ട് നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ കഴിയില്ല, സ്വസ്ഥതയോടെ ജീവിക്കാൻ കഴിയില്ല. ഒരു മുഅ്മിനായ ഒരാൾക്ക് ഒരു തെറ്റ് ചെയ്ത അയാൾക്ക് ഭയങ്കരമായ കുറ്റബോധമായിരിക്കും, മനസ്സിലെപ്പോഴും അതിനെ കൊണ്ട് പ്രയാസമായിരിക്കും. അപ്പം പിന്നെ വിശ്വാസികൾ പ്രത്യേകിച്ചിട്ട്, ഇനി വിശ്വാസി എന്നൊന്നുമില്ല, അവിശ്വാസിയായാലും പിന്നെ ബഹുദൈവ വിശ്വാസിയാണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും പിന്നെ എങ്ങനെയുള്ള വ്യത്യാസങ്ങളായാലും, അതേപോലെ മനുഷ്യർ, ജിന്നുകൾ, മലക്കുകൾ, ജന്തുക്കൾ, നിർജീവ വസ്തുക്കൾ, ഇങ്ങനെയുള്ള വ്യത്യാസം ഉണ്ടല്ലോ. ഇങ്ങനെ എന്ത് തരം വ്യത്യാസം ഉണ്ടെങ്കിലും
ഈ എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്നവരാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വേറെയും ഒരുപാട് സ്ഥലങ്ങളിലൂടെ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മനുഷ്യർക്ക് വേണ്ട എല്ലാ നന്മകൾക്കും നിദാനമായ കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നമുക്ക് വേണ്ടി നിയമമാക്കിയിട്ടുള്ളത്. അതിന് കീഴൊതുങ്ങാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതനിയമങ്ങൾക്ക് കീഴൊതുങ്ങാതെ ധിക്കാരപൂർവം തന്നിഷ്ടപ്രകാരം ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അതെന്താണ്? അത് അനീതിയാണ്, അത് അക്രമമാണ്. നമുക്കറിയാം, നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി വരുന്നതിന് മുമ്പ് ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലേ? നമുക്ക് ആകെ ഒരു 25ഓളം പ്രവാചകന്മാരുടെ പേര് നമുക്കറിയും. പരിശുദ്ധ ഖുർആനിലും അത്രേ പരാമർശിച്ചിട്ടുള്ളൂ. പക്ഷെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, 1,00,000-ൽ പരം പ്രവാചകന്മാർ കടന്നു പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അവരൊക്കെ ആരായിരിക്കൂലേ, എവിടെയൊക്കെ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാകുക, അല്ലാഹു അഅലം, നമുക്കറിയില്ല. അപ്പം അങ്ങനെ കഴിഞ്ഞു പോയ പ്രവാചകന്മാരില് പിന്നെ അറബികൾക്കും വേദക്കാർക്കും ഇടയിൽ പിന്നെ സുപരിചിതനായ ഒരു പ്രവാചകനാണ് ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലേ? അപ്പം എല്ലാവർക്കും ഏകദേശം അറിയാവുന്ന, കൂടുതൽ പിന്നെ മതരംഗങ്ങളിൽ സജീവമായിട്ടുണ്ടായിരുന്ന ചില പ്രധാനപ്പെട്ട പ്രവാചകന്മാരുടെ പേരുകളാണ് പറഞ്ഞത് അല്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അതുപോലെ യാക്കൂബ് നബി അലൈഹിസ്സലാം. അവിടെ ഉണ്ട്, ഒരു മിനിറ്റ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞ്, പിന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞല്ലേ, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ്, അൽ അസ്ബാത്ത് അല്ലേ? അസ്ബാത്ത് എന്ന് പറയുമ്പോൾ ആരാന്ന്? യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട അല്ലേ? നമ്മളതൊക്കെയാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്ത് ബഖറയിലെ 12 ഗോത്രങ്ങളും 12 അരുവികളും. ഇതൊക്കെ ഇപ്പൊ നമുക്കിങ്ങനെ സുപരിചിതമായില്ലേ? സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വമാ ഉൻസില എന്നാ പറഞ്ഞത് അല്ലേ? അവരുടെ മേൽ ഇറക്കപ്പെട്ടത് എന്ന് പറഞ്ഞു. പിന്നെ മൂസാ നബിനെ കുറിച്ച് പറയുമ്പോൾ വമാ ഊത്തിയ എന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. പിന്നെ അവിടെ പിന്നെ ഈ പ്രത്യേകം വ്യത്യസ്തമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച വാക്കുകൾ അവിടെയും അത് അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കുന്ന വഹീന്റെയും സന്ദേശത്തിന്റെയും പിന്നെ ആ ഒരു വ്യത്യാസമാണ് ഈ ഒരു രൂപത്തിൽ പിന്നെ ഇവിടെ പറയാൻ കാരണം എന്നാണ് പറയപ്പെടുന്നത്. അപ്പം പിന്നെ അതുപോലെ തന്നെ ഓരോ നബിമാരും പ്രവാചകത്വവുമായിട്ട് ആ ദൗത്യവുമായിട്ട് വരുന്ന സമയത്ത് അവിടെ പ്രവാചകത്വം സ്ഥാപിക്കാൻ ആവശ്യമായ തെളിവുകളും പിന്നെ എന്താ പറയുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രവാചകന്മാർക്കും വ്യത്യസ്തമായ രീതിയിലാണ് അല്ലേ? സുബ്ഹാനല്ലാഹ്. അതും നമ്മൾ മനസ്സിലാക്കി അല്ലേ? ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ സൂറത്ത് ആൽ ഇംറാനിൽ തന്നെ കുറച്ച് മുമ്പ് നമ്മൾ ഈസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പറയുമ്പോൾ നമ്മൾ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഓരോ കാലഘട്ടത്തിലേക്കും ഓരോ പ്രവാചകന്മാരെ നിയോഗിക്കപ്പെടുമ്പോൾ ആ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലുള്ള മുഅ്ജിസത്തുകളാണ് അവർക്ക് അല്ലാഹു തആല നൽകിയത് അല്ലേ? ഈസാ അലൈഹി സ്വലാമിന് അല്ലാഹു തആല നൽകിയ മുഅ്ജിസത്ത് നമുക്കറിയാം. പിന്നെ ആദ്യം തൊട്ടിൽ സംസാരിച്ചതായിരുന്നു. പിന്നെ നമുക്കറിയാം രോഗസംബന്ധമായ കാര്യങ്ങളിൽ അല്ലാഹു തആല വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തിയിലെ, കാഴ്ചയില്ലാത്തവന് കാഴ്ച കൊടുത്ത്, മരിച്ച ഒരാളെ ജീവിപ്പിച്ച്, അങ്ങനെയുള്ള, അതായത് അന്ന് അവിടെ അവർക്കിടയിൽ വ്യാപകമായിട്ട് വൈദ്യശാസ്ത്രപരമായ കാര്യത്തിൽ നല്ല നിപുണന്മാരായിരുന്നു പോലും അവർ. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി വിശ്വാസയോഗ്യമായ കാര്യങ്ങളിലേക്ക് അവർ വരണമെങ്കിൽ ആ രൂപത്തിലുള്ളതാണ് അവർക്ക് കാണിച്ചു കൊടുത്തത്. എന്നാൽ മൂസാ അലൈഹി സ്വലാമിന്റെ കാലത്ത് ജാലവിദ്യ, സിഹർ, ആ വിഷയത്തിലാണ് അത് ഭയങ്കരമായിട്ട് പിന്നെ കൊടികുത്തി നടന്നൊരു സമയം എന്ന് പറയുന്നത്. അപ്പം അതിനനുസരിച്ച് ഇല്ലേ മൂസാ നബി അലൈഹി സ്വലാം പിന്നെ ഓരോന്നും അവരവരുടെ പിന്നെ ഓരോ പ്രവാചകന്മാർക്ക് അല്ലാഹു തആല ദൃഷ്ടാന്തങ്ങൾ നൽകുമ്പോൾ ആ കാലഘട്ടത്തിനും ആ പ്രവാചകന്മാർക്കും പിന്നെ അനുയോജ്യമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഇറക്കി കൊടുത്തു അല്ലേ? എന്തിനാണ് ഇങ്ങനെയെല്ലാം പിന്നെ
പിന്നെ അതേപോലെ തന്നെ പിന്നെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ തൗറാത്തും ഈസാ നബി അലൈഹി സ്വലാമിന്റെ ഇഞ്ചീലും പോലെ പിന്നെ അതുപോലെ അവർക്ക് അള്ളാഹു തആല നൽകിയ അത്ര പ്രസിദ്ധി മറ്റ് പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങൾക്കോ പ്രവാചകന്മാർക്കോ അവരുടെ സമുദായങ്ങൾക്കോ ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ടാണ് അവരെ പ്രത്യേകം എടുത്തു പറഞ്ഞതെന്നാ പറയുന്നത്. പിന്നെ ഇപ്പം ഇവിടെ നമ്മൾ കേട്ട് വമാ ഉൻസില അലൈന വമാ ഉൻസില അല ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യഖൂബ വൽ അസ്ബാത്ത് പറഞ്ഞല്ലോ അല്ലേ. എന്നിട്ട് പിന്നെ വമാ ഊത്തിയ മൂസ വ ഈസ എന്ന പ്രത്യേകം എടുത്തു പറഞ്ഞത്. അപ്പോൾ അവിടെ ആ ഒരു പ്രത്യേകത കൊടുക്കാൻ കാരണം പറയുന്നത് അവരത്രമാത്രം പ്രത്യേകത അല്ലാഹു തആല അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കും അവരുടെ ജനതക്കും എല്ലാം തന്നെ അത്രയും ശ്രേഷ്ഠതയും മഹത്വവും എല്ലാ നിലക്കും നമ്മൾ കണ്ടതില്ലല്ലേ. സുബ്ഹാനല്ലാഹ്, യാ ബനി ഇസ്രായീൽ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർമ്മിക്കും എന്ന് പറഞ്ഞിട്ട് ഓരോന്നും അല്ലേ കേൾക്കുമ്പോൾ നമുക്ക് കൊതി തോന്നുന്നുണ്ട് അല്ലേ. പക്ഷെ ഇപ്പോൾ നമ്മളെ അവസ്ഥ ആലോചിക്കുമ്പോൾ നമ്മൾ അതിനേക്കാളും അനുഗ്രഹത്തിൽ തന്നെയാണ് ഉള്ളത്. പക്ഷെ നമ്മളെ അനുഗ്രഹം നമുക്ക് അറിയുന്നില്ല. ഇപ്പം അവർക്ക് പിന്നെ കട്ടിത്തേനും കാടപ്പക്ഷിയും മേഘത്തണലും ഒക്കെ അല്ലാഹു തആല അവർക്ക് കൊടുത്ത് പിന്നെ ഭക്ഷണത്തിനും പാകം ചെയ്യാണ്ട് അവർക്ക് അതെല്ലാം സൗകര്യം കൊടുത്തു. നമുക്കും ഇന്ന് അതിനൊന്നും ഒട്ടും കുറവൊന്നും ഇല്ലാലോ ഇല്ലേ. പിന്നെ വിഷമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും പിന്നെ നമ്മൾ എത്രമാത്രം അനുഗ്രഹത്തിലാണ് നമ്മളുള്ളത്. എത്ര വലിയ വലിയ അനുഗ്രഹങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നല്ലേ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മള് യാത്രകളെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. പിന്നെ അതിദൂരം പിന്നെ വിദേശ നാടുകളിലേക്കൊക്കെ എത്രയോ കിലോമീറ്റർ കണക്കിന് യാത്ര ചെയ്യേണ്ട സ്ഥലങ്ങളിൽ മാസങ്ങളും വർഷങ്ങളും എടുത്ത് യാത്ര ചെയ്യേണ്ട സ്ഥലങ്ങളേക്ക് നമുക്ക് മണിക്കൂറുകൾ കൊണ്ട് എത്തിപ്പെടാനുള്ള സൗകര്യം. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ. അല്ലെ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഇൽമ് അന്വേഷിച്ചിട്ട് ഓരോ പണ്ഡിതന്മാരൊക്കെ ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തൊക്കെ യാത്ര ചെയ്തത് മാസങ്ങളോളം വർഷങ്ങളോളൊക്കെയാണ് അവർ യാത്ര ചെയ്തത് ഒരു ഇൽമ് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു അറിവ് അത് സത്യമാണോ, അത് ശരിയാണോ, അത് ശരിയായ ഇതിലേക്ക് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രയും ത്യാഗപരിശ്രമങ്ങൾ അവർ അത്രയും നടന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങണ്ട. സുബ്ഹാനല്ലാഹ്, ഒന്ന് ചിന്തിച്ചു നോക്ക്. നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട, വീട്ടിൻ്റെ ഉള്ളിലാണ് നമുക്കിപ്പോൾ കൊണ്ടു തന്നിട്ടുള്ളത് അറിവ്. ഒരു വിരലിൻ്റെ ആവശ്യമുള്ളൂ അല്ലേ. വിരൽ ഇങ്ങനെ അത് ഒരു വിരൽ ഇങ്ങനെ തൊടുമ്പോൾ നമുക്ക് ഇങ്ങനെ സ്ക്രീൻ ഇങ്ങനെ മാറി 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 എന്താ അറിയണ്ടേലേ, എന്താ വേണ്ടത്, ഇത് നമ്മളെ വിരൽ തുമ്പിൽ എത്തിച്ചു തന്നില്ലേ. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ എത്ര വലിയ അനുഗ്രഹത്തിലാണല്ലേ. എന്നിട്ട് നമ്മളതിന് നന്ദി കാണിക്കുന്നുണ്ടാ. അപ്പം അവർക്കൊക്കെ അല്ലാഹു തആല അത്രയും പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളെല്ലാം ശ്രേഷ്ഠമായതും ഉത്തമരായതുമായ സമുദായമാണ് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു ഉമ്മത്ത് എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, നാളെ പരലോകത്ത് ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത് ഏറ്റവും അവസാനം വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തല്ലേ. അല്ലാഹു അക്ബർ, അതിൽ പരം വലിയ സൗഭാഗ്യം വേറെ എന്താ ഉള്ളത് അല്ലേ. അള്ളാഹുവേ, നമുക്ക് എല്ലാവർക്കും അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുമിച്ച് ആ ഒരു കയറുന്ന സമയത്ത് തന്നെ ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു തന്ന അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതിന് മാത്രം ഉതകുന്ന അമൽ സാലിഹാത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അള്ളാഹിന്റെ തൃപ്തിയിലായിക്കൊണ്ട് തന്നെ ചെയ്യാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇപ്പൊ നമ്മള് എത്രയോ വലിയ അനുഗ്രഹത്തിലാ. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മൾ ആ ചിന്തയിൽ നിന്ന് നമ്മൾ വിട്ടുപോകാൻ പാടില്ല. നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് എണ്ണിയാ തീരാത്തത്ര, പറഞ്ഞാൽ തീരാത്തത്ര അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരാ നമ്മൾ ഇന്ന് അല്ലെ. മുമ്പ് ഇന്നലെ ഡിസ്കഷൻ ഉള്ളപ്പോൾ ഒരാൾ പറഞ്ഞ് ഒരു സങ്കടം, അന്നത്തെ ആ പ്രവാചകന്മാരുടെ ആ ഒരു കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു ഇത്. പക്ഷെ അതും നമ്മൾ അങ്ങനെയൊന്നും വിചാരിക്കണ്ട അല്ലേ. പിന്നെ നമുക്ക് ഇന്ന് അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഇതൊക്കെ കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനുള്ള തൗഫീഖ് ലഭിച്ചില്ലേ. അന്ന് നമ്മൾ പ്രവാചകന്റെ കാലത്ത് ജീവിച്ചിട്ട് പിന്നെ അബൂലഹബിനെ പോലെ അബൂജഹലിനെ പോലെ ആയിപ്പോയിട്ടുണ്ടെങ്കിലോ, അള്ളാഹു അക്ബർ ലേ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അന്നും ധിക്കാരികളും പിന്നെ അക്രമികളും താന്തോന്നികളും അവിശ്വാസികളൊക്കെ ഉണ്ടായിരുന്നില്ലേ.
അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കണം. ഇപ്പൊ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ എന്താക്കാം, നന്ദിയുള്ളവരാകാൻ നമ്മൾ പരിശ്രമിക്കാം. ആ ശുക്ർ നമ്മൾ എപ്പോഴും കാണിക്കണം. നമ്മൾ അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്ന നല്ല അടിമകളായി നമ്മൾ ഓരോ സെക്കൻഡുകളിലും നമ്മളെ കർമ്മങ്ങളിലും നമ്മൾ അത് പ്രതിഫലിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മൾ ഒരിക്കലും നന്ദി കെട്ടവരാകാൻ പാടില്ല. നന്ദികേട് കാണിക്കുന്ന ആളുകളിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. എപ്പോഴും അള്ളാഹു എന്ത് വന്നാലും അൽഹംദുലില്ലാ എന്ന് പറയാൻ നമുക്ക് കഴിയണം. അതിലെന്തെങ്കിലും ഹൈർ ഉണ്ടാവും, അള്ളാഹ് അതിലെന്തെങ്കിലും ഹൈർ വെച്ചിട്ടുണ്ടാവും. ഇതൊരു വലിയൊരു എളുപ്പത്തിലേക്കുള്ള ഒരു ചെറിയൊരു പ്രയാസമായിരിക്കാം അത്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി. എന്ത് കാര്യവും നമുക്ക് അങ്ങനെ വിചാരിക്കാൻ കഴിഞ്ഞാലുണ്ടല്ലോ, അത് നമുക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ്, അത് വലിയ സമാധാനം നൽകുന്നതാണ്. അങ്ങനെ നമുക്ക് വിചാരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ അത് പിന്നെ നമുക്ക് എപ്പോഴും ഒരു പ്രയാസം തന്നെയായിരിക്കും അല്ലേ. ഞാൻ ഇന്ന് രാവിലെ പോസ്റ്റ് ചെയ്ത പോസ്റ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു അല്ലേ. അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഇന്നലെ എന്നത് നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി. അതൊരിക്കലും എന്താകൂല, ഇനി നമുക്ക് കിട്ടൂലല്ലോ അല്ലേ. നമുക്ക് ഇന്നലേക്ക് എന്താക്കാൻ കഴിയില്ല, എന്തെങ്കിലും നന്മകൾ കൂട്ടിച്ചേർക്കാൻ കഴിയുമോ? അതും കഴിയൂല. പക്ഷെ ഇന്ന് എന്ന് പറയുന്നത് എന്താണ്, ഇന്ന് നമുക്കിപ്പോൾ പ്രസന്റിൽ അൽഹംദുലില്ലാ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ ഓർത്തിട്ട് നമ്മൾ എന്താക്കണ്ട, നിരാശപ്പെടേണ്ട ആവശ്യമില്ല അല്ലേ. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ നിമിഷം മുതലാണ് നമ്മൾ എന്താകേണ്ടത്, ചെയ്യേണ്ടത്. നാളെ എന്നുള്ള ആ ഒരു നിമിഷം അത് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നുമില്ല. നാളെ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല, ഇന്നലെ എന്നുള്ളത് നമുക്കിനി കിട്ടുകയും ചെയ്യൂല. ഇന്നലത്തത് കഴിഞ്ഞ്, പാസ്റ്റ് ഈസ് പാസ്റ്റ് അല്ലേ, അത് കഴിഞ്ഞു. ഇനി പ്രസന്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ റമദാനിലേക്കുള്ള മുന്നൊരുക്കങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നാളെ മുതൽ തുടങ്ങാം, നാളെ രാത്രി തുടങ്ങാം, അല്ലെങ്കിൽ ഇന്ന് രാത്രി അങ്ങനെ ഇപ്പോൾ ഈ സ്പോട്ടിൽ ഇപ്പം തന്നെ ഈ നിമിഷം മുതൽ നമ്മൾ തുടങ്ങി കഴിയണം. അങ്ങനെ നമുക്ക് സാധിക്കണം. നമ്മളെ നല്ല നല്ല തീരുമാനങ്ങളിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇസ്തിഖാമത്തിന് വേണ്ടിയിട്ട് എപ്പോഴും ദുആ ചെയ്യുക. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്, എപ്പോഴും ദുആ ചെയ്യാട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പറയുന്നൊരു കാര്യം, ചില മഹാന്മാർ പറഞ്ഞ ആശയം, അതായത് ദുനിയാവെന്ന് പറയുന്നത് ഇന്നലെ, ഇന്ന്, നാളെ ഇങ്ങനെയാണ്. ഫായിസ ഒന്ന് മ്യൂട്ട് ചെയ്ത്. ദുനിയാവെന്ന് പറയുന്നത് ഇന്നലെ, ഇന്ന്, നാളെ ഇങ്ങനെയാണ്. ഇന്നലെ എന്നത് കഴിഞ്ഞു പോയി, നാളെ നാം ഉണ്ടാകുമെന്ന് ഉറപ്പില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളത് ഇന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്നലകളിലെ നഷ്ടങ്ങളിൽ നിരാശരാവാതെ, നാളത്തെക്കുറിച്ച് ആദി കൊണ്ട് നിൽക്കാതെ, ഇന്ന് തന്നെ, ഈ നിമിഷം തന്നെ സൽക്കർമ്മങ്ങളിലേക്ക് മുന്നേറുക. മരണം ഏത് നിമിഷവും നമ്മെ തേടി വരുന്നതാണ്. ഇതെല്ലാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിട്ടാണോ ഉള്ളത്, എല്ലാം വായിച്ചിട്ടുണ്ടായിരുന്നോ? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാ വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ യാതൊരു വിപത്തും ബാധിക്കുന്നതല്ല. വല്ലവനും അള്ളാഹുവിൽ വിശ്വസിക്കുന്ന പക്ഷം അവൻ്റെ ഹൃദയത്തെ അവൻ നേർവഴിയിലാക്കുന്നതാണ്. അള്ളാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയുന്നവനാകുന്നു. ഈമാൻ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കാം. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. വമൻ യുഅ്മിൻ ബില്ലാഹ്, മുഅ്മിനീങ്ങളാകണം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നത്, ഒരാൾക്ക് വല്ല വിപത്ത് ബാധിക്കുകയും അത് അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് മനസ്സിലാക്കി അതിൽ ക്ഷമ കൈക്കൊള്ളുകയും പ്രതിഫലം കാക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ വിധിക്ക് പൂർണ്ണമായി കീഴ്പ്പെടുകയും ചെയ്താൽ അവൻ്റെ ഹൃദയത്തെ അള്ളാഹു നേർവഴിയിലാക്കുന്നതാണ്. ദുനിയാവിൽ അവന് നഷ്ടപ്പെട്ടതിന് പകരമായി അവൻ്റെ ഹൃദയത്തിൽ സന്മാർഗവും ദൃഢവിശ്വാസവും അള്ളാഹു നൽകുന്നതാണ്. അവന് നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് അവൻ പകരം നൽകുകയും ചെയ്യുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്ക് എന്തെങ്കിലും വിപത്ത്, ആപത്തുകൾ, പരീക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകൾ ബാധിച്ചാൽ അത് അള്ളാൻ്റെ വിധിയാണ്. എന്നിട്ട് അതിൽ ക്ഷമിക്കാം അല്ലേ. ക്ഷമിക്കാൻ മാത്രമല്ല, പ്രതിഫലം ആഗ്രഹിക്കുകയും ചെയ്യാം. അങ്ങനെ അള്ളാഹുവിൻ്റെ വിധിക്ക് പൂർണ്ണമായി കീഴ്പ്പെട്ടാൽ അള്ളാഹു അവൻ്റെ ഹൃദയത്തെ നേർവഴിയിലാക്കുന്ന പറഞ്ഞത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ദുനിയാവിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടതിന് പകരമായിട്ട് അള്ളാഹു തആല
ഹൃദയത്തിൽ സന്മാർഗവും ദൃഢവിശ്വാസവും നൽകുന്നു പറയും. എത്ര വലിയ സൗഭാഗ്യമായിരിക്കും അതിലേ. നമുക്ക് മുമ്പിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ തളരല്ല വേണ്ടത്, നമ്മൾ വളരെ വേണ്ടത്. നമുക്ക് ധൈര്യവും ചങ്കൂറ്റവും കൂടെ വേണ്ടത്. നമ്മൾ ഒരിക്കലും തളർന്നു പോകാൻ പാടില്ല. എന്താ അറിയോ, നമ്മൾ മനസ്സിലാക്കുന്നത് അല്ല എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ല എന്നെ നോക്കുന്നുണ്ട്, അല്ല എൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്, അള്ളാഹുവിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹുലേക്ക് തിരിയാൻ വേണ്ടിയിട്ട് അല്ല ഇതെനിക്ക് തന്നത്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നമ്മളതിൽ ഉറച്ച് വിശ്വസിച്ച് അള്ളാഹുവിൻ്റെ വിധിയായിട്ട് നമ്മളതിൽ തൃപ്തിപ്പെട്ടാൽ നമ്മളെ ഹൃദയത്തിൽ അള്ളാഹു താല വിശ്വാസം, ഈമാനും ഹിദായത്തും അള്ളാഹു താല നൽകും എന്ന് പറയുമ്പോൾ പിന്നെ അതിനെക്കാട്ടിയും വേറെ എന്താ വേണ്ടതില്ലേ. ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹു താല ഓരോ പടപ്പുകളുടെയും വിധി എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ലേ. സ്വഹീഹ് മുസ്ലിമിൽ വന്നതാണത്. നമ്മളെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ പെട്ടതാണെന്ത്, വിധിയിലുള്ള വിശ്വാസം. അപ്പോൾ നമ്മൾ അതിലെന്താക്കേണ്ടതില്ല, സംശയിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതിൽ സംശയം പ്രകടിപ്പിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്രാണെന്നാണ് പറയുന്നത്, കാഫിറായി പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സയ്യിദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു പറയുന്നു, നീ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും ഖദറിൽ വിശ്വസിക്കുന്നത് വരെ നിന്നിൽ നിന്ന് അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. നിന്നെ ബാധിച്ചത് ബാധിക്കാതെ പോകേണ്ട ഒന്നായിരുന്നില്ലെന്നും നിന്നെ ബാധിക്കാതിരുന്ന കാര്യം അത് നിന്നെ ബാധിക്കേണ്ട കാര്യമായിരുന്നില്ലെന്നും നീ മനസ്സിലാക്കുകയും വേണം. ഖദറിൻ്റെ കാര്യത്തിൽ ഈ വിശ്വാസത്തിലല്ലാതെ നീ മരണപ്പെടുകയാണെങ്കിൽ നീ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അപ്പം നമ്മളെ വിശ്വാസം ഈ രൂപത്തിലായാലാണ് നമ്മൾ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും അത് അള്ളാഹുവിങ്കിൽ സ്വീകരിക്കപ്പെടുന്നതാവൂ എന്നാണ് പറയുന്നത്. നമുക്ക് വിശ്വാസം വേണം അല്ലേ. എന്താണ് നിന്നെ ബാധിച്ചത് അത് ബാധിക്കാതെ പോകേണ്ട ഒന്നായിരുന്നില്ല. അതായത് ഇതെനിക്ക് വരേണ്ടത് തന്നെയാണ്, ഇതെനിക്ക് അല്ലാഹ് എഴുതിയത് തന്നെയാണ് അല്ലേ. നമുക്ക് ആയിഷാൻ്റെ ക്ലാസ്സിൽ കേട്ടിട്ടില്ലേ, ബലാഇനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു തന്നിട്ടില്ലേ അല്ലേ. നമ്മളെ തലയിൽ ഒന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ലേ, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ ഓടി ഒളിക്കാൻ ശ്രമിക്കും അല്ലേ, അവിടെ നിന്ന് ഓടി ഒളിക്കാൻ പരിശ്രമിക്കും. സത്യത്തിൽ അതിനെക്കൊണ്ട് കാര്യമൊന്നുമില്ല. നമുക്ക് വരാനുള്ളത് അല്ലാഹു തആല അതെവിടെ ആയാലും അൽഹംദുലില്ലാഹ് സന്തോഷത്തോടെ അങ്ങ് സ്വീകരിച്ചേക്കാം അല്ലേ. കാരണം എന്താ, ഈ ദുനിയാവിലെ ജീവിതം അല്ലല്ലോ നമ്മളെ ജീവിതം. ഇന്ന് രാവിലെ എൻ്റെ അടുത്തൊരു സഹോദരി ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിന്, പിന്നെ ഒരുപാട് ഡിപ്രഷനിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നിങ്ങളെ ഈ ഒരു ഗ്രൂപ്പും ക്ലാസ്സൊക്കെ കിട്ടിയത്. സുബ്ഹാനല്ലാഹ്, ഭയങ്കര ആശ്വാസം സമാധാനം പ്രദാനം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ് അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇത് അള്ളാൻ്റെ കലാമല്ലേ നമ്മൾ പറയുന്നത്, അല്ലാതെ നമ്മളെ ഗ്രൂപ്പിൻ്റെ പ്രത്യേകതയോ ഈ ക്ലാസ് എടുക്കുന്ന ആളെ പ്രത്യേകതയോ ഒന്നുമല്ല അല്ലേ. ഇത് പറയുന്നത് അള്ളാൻ്റെ കലാമല്ലേ. അള്ളാൻ്റെ കലാം എന്താണ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് അല്ലേ. ഹൃദയങ്ങൾക്കുള്ള സമാധാനമാണെന്ത്, അള്ളാഹുവിൻ്റെ ദിക്ർ എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ ദിക്റല്ലേ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അപ്പോൾ നമുക്ക് എന്ത് വന്നാലും അല്ലേ, ചില പ്രിയപ്പെട്ടവരുടെ മരണം ചിലരെ വല്ലാതെ തളർത്തും. അത് സ്വാഭാവികമായിട്ടും അതൊരു തളർച്ച ബാധിക്കും, ശരി തന്നെയാണ്. പക്ഷേ നമ്മൾ ആ തളർച്ചയിൽ വീണു പോകരുത്, നമ്മൾ അതിൽ പതറിപ്പോകരുത്. കാരണം എന്താ, അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. അള്ളാഹിൻ്റെ പരീക്ഷണം എല്ലാ നിലക്കും ഉണ്ടാവും. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് അത് അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പരീക്ഷണമാണ്. പിന്നെ ഈ ദുനിയാവിൽ ജനിച്ച ഒരാളും മരിക്കാതെ ബാക്കിയാകൂലല്ലോ അല്ലേ. ചിലർ നേരത്തെ പോകും, അത് നേരത്തെയൊന്നുമല്ല, അവർക്ക് കണക്കാക്കിയ സമയം ഈ ദുനിയാവിലത് കഴിഞ്ഞു, അപ്പോൾ അവർ പോയതാ അല്ലേ. നമ്മൾ കാലാകാലം ഈ ദുനിയാവിലുണ്ടാകുമോ? എല്ലാവരെയും സന്തോഷിപ്പിച്ച് സുഖിപ്പിച്ച് നമ്മൾ ഇവിടെ തന്നെ കഴിഞ്ഞുകൂടാൻ വന്നതാ അല്ലല്ലോ അല്ലേ. നമുക്കും പോകണ്ടേ. അപ്പം നമുക്ക് വരാനുള്ളതൊക്കെ അതെനിക്ക് വരേണ്ടത് തന്നെയായിരുന്നു എന്നും നമ്മളിൽ നിന്ന് ബാധിക്കാതെ നമുക്ക് വരാണ്ട് പോയ കാര്യം അത് ബാധിക്കേണ്ട കാര്യമായിരുന്നില്ല എന്നും അല്ലേ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത.
ഇത് നമ്മൾ ഈ വിശ്വാസം നമ്മൾ വേണം അല്ലേ. ഇങ്ങനൊരു വിശ്വാസം ഇല്ലാണ്ടാണ് മരണപ്പെട്ടിട്ടുണ്ടെങ്കിലോ നരകത്തിൽ പ്രവേശിക്കുമെന്ന് പറയുന്ന അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഇല്ല, നമ്മളെ വിശ്വാസം നമ്മൾ ശരിയാക്കണം. ബസറയില് ആദ്യമായി ഖദറിനെ നിഷേധിക്കുന്ന ഒരു പ്രവണത ഉണ്ടായപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതിനോട് പ്രതികരിച്ചത് ഇപ്രകാരമാണ്: അവരെ നീ കണ്ടാൽ ഞാൻ അവരിൽ നിന്നും അവർ എന്നിൽ നിന്നും ഒഴിവാണെന്ന് അവരെ അറിയിച്ചേക്കുക. അബ്ദുല്ലാഹിബ്നു ഉമർ സത്യം ചെയ്യാറുള്ള അള്ളാഹു തന്നെയാണ് സത്യം, അവരിൽ ഒരാൾക്ക് ഉഹുദ് മലയോളം സ്വർണം ഉണ്ടാവുകയും അതെല്ലാം അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്താലും ഖദറിൽ വിശ്വസിക്കുന്നവരെ അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. എല്ലാ കാര്യങ്ങളും അള്ളാഹിന്റെ ഖദർ അനുസരിച്ചാണ് നടക്കുന്നത് അല്ലേ. ഇന്നാ കുല്ല ഷൈഇൻ ഖലഖനാഹു ബിഖദർ. എല്ലാ വസ്തുക്കളും ഖദറിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു തആല സൃഷ്ടിച്ചത്. സഹാബികളിൽ ഒരു കൂട്ടരെ എല്ലാം അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ചാണെന്ന് പറയുന്നവരായി ഞാൻ കണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു ഉമർ പറയുന്നത് എല്ലാ വസ്തുക്കളും ഖദർ അനുസരിച്ചാണ്. കഴിവില്ലായ്മയും കഴിവും എല്ലാം എന്താണ്? അള്ളാഹിന്റെ ഖദർ അനുസരിച്ചിട്ടാണ് അല്ലേ. ചിലർക്ക് കുറച്ച് കൊടുക്കും, ചിലർക്ക് കൂടുതൽ കൊടുക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് എല്ലാം അള്ളാഹിന്റെ ഖദർ അനുസരിച്ചാണ്. നിന്റെ കവളിൽ നീ കൈ വെക്കുന്നത് പോലും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ ചിന്തിക്കണം അല്ലേ. ഒരുപാട് ചിന്തിച്ച് ആലോചിക്കേണ്ട വിഷയമാണിത്. അപ്പം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇത് രാവിലെ വായിച്ചേരം ആഴ്ച മുമ്പ് എടുത്തിട്ടുണ്ടായിട്ടില്ലേ ഒരു ക്ലാസ്, വഹോല പുല്ലിഷയും കദീർ. അതിൽ പറയുന്നുണ്ടായിട്ടില്ല നമ്മളൊരു മുടി പൊരിഞ്ഞു പോകുന്നത് ഒരു അള്ളാഹു നിശ്ചയിച്ചു. അതാണ് ഞാൻ ചിന്തിച്ചത് ഇത് രാവിലെ വായിച്ച്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അതന്നെ, എന്ത് കാര്യവും എല്ലാം കഴിവുണ്ടാകുന്നതും കഴിവില്ലായ്മയും എല്ലാം എന്താണ്? അള്ളാഹുവിൻ്റെ ഖദറാണ്. നമ്മളതിൽ വിശ്വസിച്ചേ മതിയാകും. അപ്പോൾ നമ്മൾ അള്ളാഹു ഇറക്കിയതിലും അവൻ മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാർക്ക് ഇറക്കിയതിലെല്ലാം വിശ്വസിക്കുന്ന ഈമാനുള്ള മുഅ്മിനീങ്ങളാകാന്നുള്ളത് നമ്മളെ മേൽ നിർബന്ധമായ ബാധ്യതയാണ്. അതുപോലെ തന്നെ ബാധ്യതയാണ് ഖുർആൻ പഠിക്കുക അല്ലേ. ഖുർആൻ പഠിക്കുക, അതനുസരിച്ച് ജീവിക്കുക, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പരിശ്രമിക്കുക. ഇതെല്ലാം നമ്മളെ മേലെ ബാധ്യത തന്നെയാണ്. എനിക്ക് ഇതിനൊന്നും ബാധ്യതയില്ല, ഇതെല്ലാം അവർ ചെയ്തോട്ടെ ഇവർ ചെയ്തോട്ടെ എന്നൊന്നും വിചാരിച്ച് ആരും മാറി നിൽക്കണ്ട കേട്ടോ. നമ്മൾ ഓരോരുത്തരും ഇതിന് രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകരാകണം, ദായികളാകണം. നമ്മൾ ശ്രമിച്ചാൽ നമുക്കതിന് സാധിക്കും. അള്ളാഹു എളുപ്പമാക്കി തരും ഇൻഷാ അല്ലാഹ്. ഇപ്പം നമുക്കൊന്നും കൂടി ആയത്ത് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂന വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ് തൗഅൻ വകർഹൻ വഇലൈഹി യുർജഊൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ മതമല്ലാത്ത മറ്റു വല്ല മതവുമാണോ അവർ ആഗ്രഹിക്കുന്നത്? വാസ്തവത്തിൽ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരെല്ലാം അനുസരണയോടെയോ നിർബന്ധിതമായോ അവന് കീഴ്പ്പെട്ടിരിക്കുകയാണ്. അവനിലേക്ക് തന്നെയാണ് അവർ മടക്കപ്പെടുന്നതും. ഞാനിങ്ങനെ സൂറത്ത് ആൽ ഇംറാന്റെ ക്ലാസ്സിൽ എടുക്കുമ്പോൾ നിങ്ങൾ ഖുർആൻ തുറന്നു വെച്ച് കേൾക്കാറുണ്ടോ? അതല്ല ഇങ്ങനെ ഒരു അങ്ങനെ ഇങ്ങനെയൊക്കെ ലാഘവത്തോടെയാണോ കേൾക്കുന്നതല്ല, അതിൻ്റെ സീരിയസ്നെസ് കൊടുത്ത് ഖുർആൻ തുറന്നു വെച്ച് അത് നോക്കിയിട്ടൊക്കെ കേൾക്കാറുണ്ടോ? അങ്ങനെയൊക്കെ നമുക്കൊരു സദസ്സിലിരിക്കാൻ സാധിച്ചാൽ അത് വലിയ ഹൈറാണ് കേട്ടോ. അത് വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ്. നമുക്ക് ആ ഖുർആൻ്റെ വചനങ്ങൾ ഇങ്ങനെ കണ്ട് ക്ലാസ് എടുക്കുന്നത് കേട്ട് അതിലേക്ക് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്താൽ നല്ല കാര്യമാണ്. അപ്പോൾ അല്ലാഹു തആല ചോദിക്കുന്നു, വാസ്തവത്തിൽ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരെല്ലാം അള്ളാഹുവിന് അനുസരണയോടെയോ നിർബന്ധിതമായോ കീഴ്പ്പെട്ടിരിക്കുകയാണ്. അവനിലേക്ക് തന്നെയാണ് അവർ മടക്കപ്പെടുന്നത്. നമ്മൾ ഓർമ്മിച്ചാൽ മതി, അള്ളാഹിൻ്റെ അടുത്തേക്ക് പോകേണ്ടതാണല്ലേ. നമ്മൾ എന്തായാലും ഈ ദുനിയാവിൽ നമുക്ക് കാലാകാലം നമുക്ക് ജീവിക്കാൻ കഴിയൂല. നമ്മളെല്ലാവരും പോകേണ്ടവരാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഖുൽ ആമന്നാ ബില്ലാഹി വമാ ഉൻസില അലൈനാ വമാ ഉൻസില അലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയഖൂബ വൽ അസ്ബാത്ത് വമാ ഊതിയ മൂസ വഈസ വന്നബിയ്യൂന മിൻ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ. സൂറത്തുൽ ബഖറ പഠിച്ചവർ ഈ ആയത്ത് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ശ്രദ്ധയില്ലാണ്ട് ഓതിയിട്ടുണ്ടെങ്കിൽ ബാക്കി ബഖറയിൽ നിൽക്കും ഓതലുണ്ടാകാൻ മിക്കവാറും. അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
എന്താ? പൂലു എന്നല്ലേ പറയുന്നത് ടീച്ചറെ? പൂലു അതെ ഫസ്റ്റ് പറയുന്നത്. അതെ അതെ, പിന്നെ ഇലൈന. ഇലൈന, അതെ അതെ, അലൈന എന്നുള്ളത് ഇലൈന. അതെ. അപ്പൊ ഇവിടെ എന്താ പറയുക? നബിയെ പറയുക, അള്ളാഹുവിലും ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ അല്ലെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഇസ്മായിൽ, ഇസാഖ്, യാക്കൂബ് സന്തതികൾ എന്നിവർക്ക് അവതരിപ്പിക്കപ്പെട്ട ദിവ്യ സന്ദേശത്തിലും മൂസാക്കും ഈസാക്കും മറ്റു പ്രവാചകന്മാർക്കും തങ്ങളുടെ റബ്ബിൽ നിന്ന് നൽകപ്പെട്ടതിലും തങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുക. അവരിൽ ആർക്കിടയിലും ഞങ്ങൾ വിവേചനം കൽപ്പിക്കുന്നില്ല. ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാകുന്നു. വനഹ്നു ലഹു മുസ്ലിമൂൻ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും യഥാർത്ഥ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തഖ്വ കൈമുതലാക്കി അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹു തൃപ്തിപ്പെടുന്ന നല്ലൊരു അടിമയായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരുപാട് ദുആ ഉണ്ടായിന്. എല്ലാവരും പിന്നെ പ്രാർത്ഥിക്കുക. രാവിലെ ദുആ ചെയ്ത ആ സഹോദരിയുടെ സർജറി കഴിഞ്ഞ് അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അള്ളാഹു അവർക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ ഖുർആന്റെ മേഖലകളിലേക്കൊക്കെ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പിന്നെ ഒരു സഹോദരി, മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു സഹോദരി പ്രത്യേകം എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരുടെയും ദുആകളിൽ എപ്പോഴും ഓർക്കണേ. അള്ളാഹു തആല അവർക്ക് സ്വാലിഹീങ്ങളായ ഒരുപാട് സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതുപോലെ വീടില്ലാതെ പ്രയാസപ്പെടുന്നവരും അങ്ങനെ പല നിലക്കും പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫ നൽകി ആശ്വാസം നൽകി സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അള്ളാഹു നീക്കി നല്ലതായ അവസ്ഥകളിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. എല്ലാവരുടെയും എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും സഫലീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമ്മളിൽ നിന്ന് നേരത്തെ ഇവിടെ പറഞ്ഞു പോയ ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് നാദാനി മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ കബറിടങ്ങളിൽ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنه مجيب الدعوات قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخل الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം.